അതെ, ഇവിയുടെ റീസൺ കാരണം ഇങ്ങനെ റാലി ചാൻസ് കുറവാണ്. ഇനി സാധ്യതയുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ ബുൾ റണ്ണും അതേപോലെ തന്നെ ഡിക്ലൈനും പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് നെക്സ്റ്റ്? ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലും അതേപോലെ തന്നെ ഷെയർ പ്രൈസിലും നമ്മൾ എന്താണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത്? ടെക്നിക്കലി സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് റേഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. ഇപ്പോൾ ഏകദേശം 730 500 മൂവിങ് ആവറേജ് വരുന്നത്. ആ സമയത്ത് ഞാനൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 634 രൂപയിൽ ടാറ്റ മോട്ടോഴ്സ് ഉള്ള സമയത്താണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഹലോ എവ്രിവൺ, അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സീരീസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി എൻ്റെ കൂടെ ഉള്ളത് ഫോറക്സ് ട്രേഡർ അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റർ ആയിട്ടുള്ള അൻസാഫാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, അർജുൻ, ട്രേഡർ അതുപോലെ തന്നെ ഇൻവെസ്റ്റർ. സോ നമ്മൾ ഇന്ന് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് അനാലിസിസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ടാറ്റ മോട്ടോഴ്സിൽ എന്ത് ക്രൈസിസ് ആണുള്ളത്, എന്ത് പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഏത് പ്രൈസിലാണ് നമുക്ക് ഇൻ കേസ് റിക്കവറി ഉണ്ട്, ടാറ്റ മോട്ടോഴ്സിൽ റിക്കവറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പ്രൈസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, ഏത് ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രോത്തിനൊക്കെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2023 കംപ്ലീറ്റ് ടാറ്റ മോട്ടോഴ്സിന് ബുൾ റാലിയാണ്. അതിനുശേഷം 2024 ആയപ്പോഴേക്ക് ടാറ്റ മോട്ടോഴ്സിന് ഡൗൺ സൈഡ് വരാൻ തുടങ്ങി. ഒരു തരത്തിലുള്ള റീട്രേസ്മെൻറ്റും കാണിക്കുന്നില്ല, ഒരു തരത്തിൽ ചെറിയൊരു പുൾ ബാക്ക് പോലും തരാത്ത രീതിയിലാണ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാത്രം എന്താണ് ആക്ച്വലി ടാറ്റ മോട്ടോഴ്സിൽ സംഭവിക്കുന്നത് ശരിക്കും? ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ബുൾ റണ്ണ് നടത്താൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതേ സെയിം റീസൺസ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡൗൺ സൈഡിലേക്ക് കാണിക്കുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുൾ റണ്ണ് അത്യാവശ്യം പോസ്റ്റ് കോവിഡിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, ഈ സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കയറി വരുന്നത് ഈ പോസ്റ്റ് കോവിഡിന് ശേഷമാണ്. ആ സമയത്ത് ഞാനൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 634 രൂപയിൽ ടാറ്റ മോട്ടോഴ്സ് ഉള്ള സമയത്താണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് കോവിഡിന് ശേഷം വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. അതിന് റീസൺസും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷം റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഇപ്പം സെമി കണ്ടക്ടറിൻ്റെ ഇതിൽ വരുന്ന പ്രൊഡക്റ്റിന് ഭയങ്കര രീതിയിൽ അവൈലബിലിറ്റി ഭയങ്കര രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ടാറ്റ മോട്ടോഴ്സിനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റ മോട്ടോഴ്സിൻ്റെ 70% റവന്യൂ വരുന്നത് ജാഗ്വാറിലും അതുപോലെ തന്നെ ലാൻഡ് റോവറിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനീസിന് ആക്ച്വലി ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം, കാരണം ഈ വണ്ടിയിലൊക്കെ നല്ല രീതിയിൽ ഈ സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ, ഈ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ലാഗ് ആവുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡർ കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവരുടെ ബിസിനസ്സിനെ ആക്ച്വലി ആ സമയത്ത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് റിക്കവർ ആവും, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് റീഗെയിൻ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ നമ്പേഴ്സ് നെറ്റ് ലോസിലൊക്കെ കിടക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് കവർ ചെയ്ത് നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തി. അതെ, 2022 സെക്കൻഡ് ലാസ്റ്റ് ക്വാർട്ടറിൽ ലോസിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് അവിടെ അവരെ കമ്പനിയുടെ എഫിഷ്യൻസി അവിടെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കോവിഡിന് ശേഷം പ്രീമിയം ലക്ഷറി വണ്ടി കാർസിനൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡ്സ് കൂടിയിട്ടുണ്ട് യൂറോപ്പ് കൺട്രീസിലൊക്കെ. സോ അത് JLRന്റെ സെയിൽസ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. സോ അത് നേരെ നെറ്റ് പ്രോഫിറ്റിന് എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്ത്യയിലും വർക്കൗട്ടായിട്ട് ഡിഫൻഡറൊക്കെ നല്ല രീതിയിൽ ബൂമായിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ മാത്രമല്ല, ഡൊമസ്റ്റിക് ലെവലിലും ട്രഡീഷണൽ സെഗ്മെന്റിൽ നല്ല പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യൽ തുടങ്ങി. ഇപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്ന അവരുടെ നോർമൽ വണ്ടികൾ പോലെയല്ല പിന്നീട് വന്നപ്പോൾ ടാറ്റ ഇൻഡിക്ക അല്ലെങ്കിൽ ടാറ്റ സുമോ ആ ഒരു കാറ്റഗറിയിൽ നിന്നൊക്കെ മാറിയിട്ട് അവർ കംപ്ലീറ്റ്ലി ഫേസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന. കാരണം എല്ലാ ബ്രാൻഡ്സും നല്ല ഡിസൈൻസ് ഇറക്കി തുടങ്ങിയപ്പോഴും അവരെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തന്നെ നല്ല നല്ല ഡിസൈൻസ് ഇറക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ടാറ്റ ഹൈററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സഫാരി, അതെ, അതൊക്കെ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയ കാർസ് ആണ് അതൊക്കെ. പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന അടുത്തൊരു ബൂം എന്ന് പറയുന്നത് EV. അതെ, അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്.
ഒന്ന് ഈ പറഞ്ഞ പോലെ അവരുടെ ഫിനാൻഷ്യൽസ് ഒന്ന് സ്റ്റേബിൾ ആവുക, ഇതാണ് ഒന്ന്. അപ്പോൾ സ്റ്റേബിൾ ആവുന്ന ഒരു പൊസിഷൻ മുതൽ നമുക്ക് ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കമ്പനിക്ക്, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ആ സമയത്ത് നിന്നിരുന്നത്, അതായത് അവരാണ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ള ന്യൂസും ഹെഡ്ലൈൻസ് കംപ്ലീറ്റ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആ ഒരു രീതിയിൽ EVയുടെ ആ ഒരു ഇന്നോവേഷൻ ടാറ്റയിലൂടെ നടക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു, ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ആൾക്കാർ. അത് നോർമലി മാർക്കറ്റിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മേജർ ഷെയർ ഇവർക്ക് തന്നെ EVയിൽ. അന്നത്തെ കാലത്ത് ഇവര് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പോലും ആളില്ലാത്ത സമയത്ത് ഇവർ പ്രൊഡക്ഷനും സെയിലും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോൺ അതുപോലെ തന്നെയാണ് സബ്സിഡിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസിന് നല്ല രീതിയിൽ അതൊക്കെ EV സെഗ്മെന്റിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുത്ത സപ്പോർട്ട്സ് ആണ്. അതൊക്കെ ഇതിന് നല്ല രീതിയിൽ ഇമ്പാക്ട് ആക്കിയിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവര് റവന്യൂ സൈഡ് സ്റ്റേബിൾ ആയി, അതേപോലെ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മാർക്കറ്റ് ഷെയർ ഡൊമിനേറ്റ് ചെയ്യാനും തുടങ്ങി ആ ഒരു സ്റ്റേജിൽ. പിന്നെ കോവിഡിന് ശേഷമൊക്കെ ബാങ്ക്സിന് ലോൺ നല്ല രീതിയിൽ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് കാർസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. അതെ, അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഓട്ടോ സെക്ടറിനെ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടാറ്റ മോട്ടോഴ്സ് മാത്രമല്ല കയറി പോകുന്നത്, മഹീന്ദ്ര നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതേപോലെ മാരുതി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റാലി, അതായത് ആ സെക്ടറിൽ വന്നിട്ടുള്ളൊരു ബുള്ളിഷ്നെസ് അതിലും കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2023 എന്ന് പറയുന്നത് ഓട്ടോ സെക്ടർ കംപ്ലീറ്റ് ഒന്ന് പിക്കപ്പ് ആയൊരു ഇയറും കൂടിയാണ്. പക്ഷെ അതില് കോവിഡിനും ഒരു റീസൺ ഉണ്ട്. കോവിഡ്, അതായത് ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നതിലപ്പുറം സ്വന്തമായിട്ടൊരു വണ്ടി വേണം. അത് തന്നെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ തന്നെ അതൊരു നെസസിറ്റി ആയിട്ട് മാറി. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് വിസിബിൾ ആണ്. നമുക്ക് കോവിഡിന്റെ മുന്നൊക്കെ ആയിട്ട് നോക്കിയാൽ നമ്മുടെ നാട്ടിലേക്ക് എത്ര വീട്ടിൽ കാർസ് ഉണ്ട് അല്ലേ? കോവിഡിന് ശേഷം ബാങ്ക്സ് ഇതുപോലെ ലോൺ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും കാർസ് ആയി. പിന്നെ ഈസി ആക്സസിബിൾ ആണ്. അപ്പൊ നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ സാധനം വീട്ടിലെത്തും. അതാണ് മെയിനായിട്ട് ചെറിയ എമൗണ്ട്, അതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. 5000 ഉണ്ടെങ്കിൽ നമുക്ക് കാർ കിട്ടുന്നുണ്ട്. ഇത് ടാറ്റ മോട്ടോഴ്സിനെ നല്ല രീതിയിൽ റാലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, 1000 രൂപയിലും മുകളിലേക്ക് ആ സ്റ്റോക്ക് പ്രൈസ് വന്നിട്ട് തിരിച്ചിപ്പോൾ 750, 780 എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഒരു 25-30% മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡ് വന്നു. നമ്മളെ എക്സ്പെക്ടേഷൻ ഒന്ന് ഇവിടുന്ന് എങ്ങോട്ട് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യും. ഇതിലിപ്പോൾ ഈ ഡൗൺ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇത്രയും ഡൗൺ സൈഡ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽസ് പിക്കപ്പായി അത് പോസ്റ്റിലേക്ക് വന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. റവന്യൂ സൈഡ് പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺ സൈഡാണ്, നല്ല ഡിക്ലൈൻ. ഇപ്പോൾ അവസാനത്തെ ക്വാർട്ടറിൽ ഭയങ്കര ഡിക്ലൈൻ വന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എനിക്ക് ആക്ച്വലി ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ആ ക്വാർട്ടറിൽ നല്ല ഡിക്ലൈനാണ് വരുന്നത്. അപ്പം ഇനി അടുത്ത ക്വാർട്ടർ ഇതിലേറെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ അഗെയിൻ ഈ ഒരു റോ മെറ്റീരിയലിന്റെ പ്രശ്നം തന്നെയാണ് വരുന്നത്. മാത്രമല്ല അന്ന് നല്ല റാലി നടക്കാനുള്ള മെയിൻ റീസൺ JLR ആയിരുന്നു, ജാഗ്വാർ ലാൻഡ് റോവർ. അതിന്റെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ മെയിൻ റീസൺ ഉണ്ട്. സെയിം സിറ്റുവേഷൻ നേരെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒക്കെയാണ്. ഇപ്പം അതിന് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് യൂറോപ്സിലൊക്കെ. ഇപ്പോൾ ചൈനയിലാണെങ്കിലും ആൾക്കാർ കൂടുതൽ EV ആണ് ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യണത്. ഇപ്പോൾ JLRന്റെ EVയിലോട്ടുള്ള ട്രാൻസാക്ഷൻ വളരെ സ്ലോ ആണ്. വേറെ ലക്ഷറി സെഗ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ EVs ഇറക്കാൻ തുടങ്ങി. ഇപ്പോഴും ലാൻഡ് റോവർ JLR ഒന്നും ഇറക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം അവർക്കുണ്ട്. പിന്നെ മാത്രമല്ല ടോട്ടലി ഗ്ലോബലി ഇപ്പോൾ ഒരു റിസഷൻ മോഡ്, എക്കണോമിക് സ്ലോ ഡൗൺ റൂമർ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ സംഭവിക്കുന്നു പറയുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ എക്സ്പെക്ടേഷനും ഫിയറും എല്ലാവരുടെ അടുത്തും ഉണ്ട്. അല്ല, ഈ കമ്പനീസിന്റെ PNL ഈ സംഭവം കാണുന്നുണ്ട്. ഒരുവിധ കമ്പനീസിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡൗൺ. അപ്പൊ പിന്നെ ഉണ്ടാവും ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ചൈനയുടെ കേസ് പറയുമ്പോൾ ചൈന, US, UK ഈ മാർക്കറ്റിലൊക്കെ ലാൻഡ് റോവറിന് അതേപോലെ തന്നെ ജാഗോറിനും നല്ല മാർക്കറ്റ് ഷെയർ ഉള്ളത്. അവിടെ ഈ എക്കണോമിക് സ്ലോ ഡൗൺ എന്ത് ചെയ്യുന്നു, ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടം വലിക്കുന്നുണ്ട്. അതൊരു സൈഡിലുണ്ട് 70%. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് പ്രൈസിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂസ് വാല്യൂ ഉള്ള സംഭവങ്ങളാണ് ഭയങ്കര എഫക്റ്റ് വരിക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരി, ഇത് അങ്ങനത്തെ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സെല്ലിംഗ് ഒന്നും അല്ല. പക്ഷേ എങ്കിലും ഈ റിക്കവറി കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു റീട്രേസ്മെന്റ് കാണുന്നില്ല എന്നൊക്കെ പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ EV ആണല്ലോ അവരെ അങ്ങോട്ട് കൊണ്ടുപോയത്. അതെ, അതിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് നേരത്തെ EV എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ലൈൻ എടുത്ത് നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ്. അതെ, ഇപ്പൊ നമുക്കൊരു EV കാർ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, ടാറ്റ നെക്സോൺ.
അല്ലെ ആൾക്ക് ഏറ്റവും കൂടുതൽ സെയിലാണ് ടാറ്റ നെക്സോൺ ആണ് EV സെഗ്മെന്റിൽ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ഒരു 5 ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. പല കമ്പനീസിന്റെ MG നല്ല രീതിയിൽ EVs ഇറക്കുന്നുണ്ട്. റീസെന്റ് മഹീന്ദ്രന്റെ ഒന്ന് ഇറങ്ങി. സീന് നല്ല ഫീച്ചറിലെ കാരണം എനിക്കൊന്ന് 800 കിലോമീറ്റേഴ്സ് പോകുന്നു തോന്നുന്നുണ്ടല്ലേ ഒറ്റ ചാർജിൽ. യെസ്, 600 അതൊക്കെ ഇപ്പൊ ഈ EV ചൂസ് ചെയ്യാതിരിക്കാനുള്ള റീസൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ചാർജിങ്ങിന്റെ പ്രശ്നം. പിന്നെ ഈ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ നോക്കുമ്പോൾ ഒരു ട്രസ്റ്റ് പ്രശ്നം ഉണ്ട്. ആക്ച്വലി ഉള്ളിന്റെ ഉള്ളിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ ഡീസലിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതെ. അപ്പൊ ആ ഒരു സേഫ്റ്റി ഈ ബ്രാൻഡ്, ഈ ടാറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിന് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അതായത് ടാറ്റ ഇറക്കിയത് കൊണ്ട് ഇത് ഓക്കെ ആയിരിക്കും എന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഒന്നുകിൽ അങ്ങനെ വരണം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക മാരുതിക്കായിരിക്കും. സുസുക്കി കൂടെ EVയിലോട്ട് വന്നു കഴിഞ്ഞാല് EVയിൽ വന്നു കഴിഞ്ഞാല് മിഡിൽ ക്ലാസ്സിൽ കയറും. അത് നല്ല സാധ്യത. പെനട്രേഷൻ പെനട്രേഷൻ അവർ നടത്തിയത് മിഡിൽ ക്ലാസ് വെച്ചിട്ട് തന്നെയാണ്. ചീപ്പ് പ്രൈസ് ആ ഒരു സ്റ്റേജിൽ അവരെന്ത് ചെയ്തു, ഡൊമിനേറ്റ് ചെയ്തു. അതെങ്ങാനും EVയിലേക്ക് വരികയാണെങ്കിൽ അതെ 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 എനിക്ക് തോന്നുന്നു അവര് ചിലപ്പം വെയിറ്റ് ചെയ്യായിരിക്കും. നല്ല ഇതിൽ വേറൊരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ EV സെഗ്മെന്റിലുള്ള ഇത് പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ ഇന്നോവേഷൻ വരിക. ആദ്യം ഇറക്കുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് സോൾവ് ചെയ്തിട്ട് ഇത്രയും ടൈം ചാർജ് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ 600 ആയി, കിലോമീറ്റർ 600 ആയി. ആദ്യം എനിക്കൊന്ന് 200 180 200 വന്നേ. ആ ഒറ്റടിക്ക് പിന്നെ 600 ആയി. ആരും പിന്നെ ഈ 180 പോയിട്ട് എടുക്കൂല. കോമ്പറ്റീറ്റേഴ്സ് അത്രയും റിസർച്ച് ചെയ്തിട്ട് പുതിയ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹോണ്ടന്റെ ഒരു സ്കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതില് എങ്ങനെയാ വെച്ചാൽ ചാർജർ ബാറ്ററി റീപ്ലേസ് ചെയ്യാം. ഒരാൾക്ക് 2 ബാറ്ററി ഉണ്ടാവും. വണ്ടിന്റെ കൂടെ തന്നെ 2 ബാറ്ററി കിട്ടും. അപ്പൊ ഒരു ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ചാർജ് അപ്പൊ ഇങ്ങനത്തെ ഇന്നോവേഷൻസ് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇപ്പോ ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഫ്യൂച്ചറിൽ പോവാ. ആരാണോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനം ഇറക്കുന്നത്. EV യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിന് ആരാണോ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അവർക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റും. എന്റെ പ്രതീക്ഷ സുസുക്കിയാണ്. എനിക്കൊന്ന് അവരിപ്പോ ഇതിലിറങ്ങാതെ നിൽക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്നുള്ളതും ആവാം. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഡൗൺ സൈഡ് പോയതിന് ഈ റീസൺസ് ഒക്കെ ഒരു പരിധി വരെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ അവർക്ക് കോമ്പറ്റീഷൻ കുറവായിരുന്നു, അത് അവരുടെ അഡ്വാൻറ്റേജ് ആയിരുന്നു. അതിപ്പോ നേരെ അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജിലേക്ക് വരികയാണ്, കോമ്പറ്റീഷൻ കൂടി. ഫ്യൂച്ചറിൽ നമുക്ക് ടെസ്ലയൊക്കെ പ്രതീക്ഷിക്കാം. ഇന്ത്യ മാർക്കറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോറിലേറ്റ് ചെയ്യുമ്പോൾ, കോമ്പറ്റീറ്റേഴ്സിനെ കോറിലേറ്റ് ചെയ്യുമ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സ് ഡൗൺ ആയ പോലെ ഒന്നും ഇത് മഹീന്ദ്ര ഡൗൺ ആയിട്ടില്ല, മാരുതി ഒന്നും ഡൗൺ ആയിട്ടില്ല. അപ്പൊ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാരുതി ഇപ്പൊ മഹീന്ദ്രന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിന് റോ മെറ്റീരിയൽസിൽ നേരത്തെ പറഞ്ഞ പോലെ ചിപ്പിലുള്ള അവൈലബിലിറ്റിൻ്റെ കുറവ് വരുമ്പോൾ അത് സാരമായി ബാധിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഈ നോർമൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അല്ല, പാസഞ്ചറിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ടൈപ്പ് വെഹിക്കിൾസ് അത്രയും എനിക്ക് തോന്നുന്നത് അത്രയും ഡിമാൻഡിൽ അത്രയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒന്നതാണ് കാരണം ഇവരുടെയൊക്കെ ടാറ്റ മോട്ടോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ പാസഞ്ചർ വെഹിക്കിൾസ് ആണ് മെയിനായിട്ട് അവരുടെ സെയിലൊക്കെ വരുന്നത്. പിന്നെ ഈ പിക്കപ്സും മഹേന്ദ്രനാണ് ഈ പിക്കപ്സ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊന്നും ഈ ഒരു പ്രശ്നം കാണുന്നില്ല. പോരാത്തതിന് മഹീന്ദ്രക്ക് EVയിൽ ഒരു ഹോപ്പും കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ, പുതിയൊരു സംഭവം. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ മഹീന്ദ്ര ഒന്നും ഇറങ്ങാതെ ടാറ്റ മോട്ടോഴ്സ് മാത്രം ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെ കയറിയ സമയത്ത് ലീഡ് ചെയ്തു പോയത് ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ മൊബൈൽ ഇൻഡസ്ട്രിക്ക് ചെറിയ രീതിയിലൊരു ഡൗൺ സൈഡ് വന്നപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സാരമായിട്ട് ബാധിക്കുകയും ബാക്കിയുള്ള കമ്പനീസ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മഹേന്ദ്ര കമ്പനി പറ്റി പറയുകയാണെങ്കിൽ അവർ റീസെൻ്റ്ലി ഇറക്കിയത് താറാണെങ്കിലും താർ റോക്സ് ആണെങ്കിലും XUV 700 ആണെങ്കിലും അതുപോലെ XUV 400 ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയ EVൻ്റെ മോഡലാണെങ്കിലും ലംബോർഗിനി യൂറോസ് ഒക്കെ ആയിട്ടാണ് അത് മോഡൽ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഇവർക്ക് അവരെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റിന് ഫ്യൂച്ചറിസ്റ്റിക്കിലേക്ക് നോക്കുമ്പോൾ എത്രത്തോളം ഉണ്ട്. ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ മാരുതിനെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ ആ പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു ഫാമിലിയിൽ ഒരു കാറ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് മാരുതിക്കാണ്. അതിനുശേഷം മാത്രമേ മിഡിൽ ക്ലാസിനോ അല്ലെങ്കിൽ ഒരു എബോവ് മിഡിൽ ക്ലാസിനും മുകളിൽ നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് ഏറ്റവും സെയിൽ ആണ് ആൾട്ടോ 800 ഒക്കെയാണ്.
മാരുതിന്റെ. കാരണം ഈ പ്രൈസ് ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യയാണ് നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കും ഓക്കെ ഇതിന് എത്ര കോസ്റ്റ് വരുന്നുള്ളത്. ഈ പ്രൈസിന്റെ പ്രശ്നം. ഇപ്പൊ ഈ മഹീന്ദ്രന്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 20 lakhs ഉണ്ട് തോന്നുന്നുണ്ട്. മഹേന്ദ്രന്റെയും ടാറ്റന്റെയും പ്രശ്നം എന്ന് വെച്ചാല് ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ സ്വിഫ്റ്റ്, ആൾട്ടോ, ആ സെഗ്മെന്റിൽ ഇവർക്ക് കാർസ് ഇല്ല. കുറച്ചൊരു XUV ടൈപ്പ് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV മുതലാണ് അവർക്ക് 10 മേലെയാണ് അവർക്ക് കാർസ് വരുന്നത്. സോ അവർ അല്ലെങ്കിൽ മാരുതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടാറ്റ ആയിക്കോട്ടെ ഈ ഒരു സെഗ്മെന്റിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് അവർക്ക് ഒന്നുകൂടി പിടിച്ചേക്കാൻ കഴിയുള്ളൂ, മാരുതിനോടൊന്നും പിടിച്ചേക്കാൻ കഴിയുള്ളൂ. ആ ഒരു ബുൾ റണ്ണിന് ചെറിയ രീതിയിലെങ്കിലും തടയിടാൻ ഈ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, അതേപോലെ റവന്യൂവിൽ വന്ന ഡിക്രീസ്, ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കുറവ്, പിന്നെ അതേപോലെ തന്നെ അവർക്ക് EV-യിലേക്കുള്ള ട്രാൻസിഷൻ അത് അത്ര എളുപ്പമായിട്ടൊന്നും ജാഗോറിലും ലാൻഡ് റോവിലും ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇത് എത്രത്തോളം ഇവർ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കും അടുത്ത സ്റ്റേജിലേക്ക്? നമുക്ക് കമ്പനിയെ അതേപോലെ തന്നെ ഷെയർ പ്രൈസിനെ നമ്മൾ എങ്ങനെ നോക്കി കാണും? അതിൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൽ ഈ പ്രീമിയം സെഗ്മെന്റിൽ ഒരു കയറി പിടിച്ചാൽ നല്ല ഹോപ്പ് ഉണ്ട്. EV-യിൽ പക്ഷേ ഇന്ത്യയിൽ എനിക്ക് പ്രതീക്ഷ കുറവാണ് ആക്ച്വലി ടാറ്റ. കാരണം ബാക്കിയുള്ളവർ മഹേന്ദ്രക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഇൻവോൾവ് ആവുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റൊക്കെ. ഇതിലിപ്പോൾ ഞാനൊരു ഇത് കാണുന്നത് EV-യിൽ പറഞ്ഞ പോലെ സുസുക്കിനെ ഒന്ന് നോക്കി വെച്ചാൽ ചിലപ്പോൾ സുസുക്കി EV-യിൽ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു റാലി തന്നെ. പിന്നെ MG അത്ര മോശമല്ല, MG നല്ല രീതിയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുന്നുണ്ട്, ഹോണ്ടായി ഉണ്ട്, അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. സോ എൻ്റെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ബുൾ റാലി ഇത്രയും നടന്നല്ലോ, ഒരു റാലി നടന്നല്ലോ, നല്ലൊരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് നടന്നല്ലോ. അതിന് റീസൺ ഒന്ന് EV ആണ്. ആ സമയത്ത് അവർക്ക് മെയിനായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചിപ്പിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ഇഷ്യൂസൊക്കെ അവർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാലും അത്രയും ക്വിക്കായിട്ടൊരു മൂവ്മെന്റ് ഇനി എന്തായാലും ടാറ്റ മോട്ടോഴ്സിന് കിട്ടില്ല. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ അന്ന് തീരെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലായിരുന്നു. EV-യുടെ റീസൺ കാരണം ഇങ്ങനെ റാലി ചാൻസ് കുറവാണ്. ഇനി സാധ്യതയുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അവർക്ക് ഇതിനുള്ള അവൈലബിലിറ്റി കൂടുക, പ്രൊഡക്ഷന് ഒരു പ്രശ്നമില്ലാതിരിക്കുക. ഇപ്പൊ നമ്മള് ടാറ്റ മോട്ടോഴ്സിന്റെ ബുൾ റണ്ണും അതേപോലെ തന്നെ ഡിക്ലൈനും പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് നെക്സ്റ്റ്? ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലും അതേപോലെ തന്നെ ഷെയർ പ്രൈസിലും നമ്മൾ എന്താണ് ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്യൂച്ചറിൽ ഇനി ഒരു ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, സെമി കണ്ടക്ടറിലുള്ള ഒരു ഇഷ്യൂ. ഇത് ആക്ച്വലി ടാറ്റ മോട്ടോഴ്സിന് മാത്രമല്ല, ഈ ഇൻഡസ്ട്രി കംപ്ലീറ്റ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം EV വരുന്ന സമയത്ത് ഇതിൻ്റെ യൂസേജ് വീണ്ടും ഡിമാൻഡ് കൂടുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരെ എനിക്ക് തോന്നുന്നത് ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലും ടാറ്റ മോട്ടോഴ്സിൽ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേജർ പോർഷൻ റിലേ ചെയ്യുന്നതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൽ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ഓട്ടോ സെക്ടറിൽ വരുന്ന സ്റ്റോക്കുകളിലും ചിലപ്പോൾ കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ടെക്നിക്കലി സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് റേഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. ഇപ്പോൾ ഏകദേശം 730 500 മൂവിങ് ആവറേജ് വരുന്നത്. 500 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആവറേജ് പ്രൈസാണ് ശരിക്കും പറഞ്ഞാൽ. റിയൽ വാല്യുവേഷൻ, അതെ, ഒരു റിയൽ വാല്യുവേഷൻ ലെവൽ ടെക്നിക്കലി ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് അതൊരു ബേസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഹോണസ്റ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാറ്റ മോട്ടോഴ്സിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതില്ലാതെ ഇതിൽ ഇനി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു സാച്ചുറേഷൻ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി വേണ്ട എന്താ വെച്ചാൽ ഇവരുടെ മാനേജ്മെൻറ്റിന് ഇതിനുള്ള പവർ വേണം. അതായത് ഇത് ടാക്കിൾ ചെയ്യാനുള്ള സ്കില്ലും എല്ലാം വേണം. ഒന്നാമത് ഈ രണ്ട് പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് EV സെഗ്മെന്റിലേക്കുള്ള അവരുടെ പ്രൊഡക്ഷൻ, അത് അവരുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രീനെ കൂടെ ബാധിക്കുന്നതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും സോൾവ് ആവുക എന്നുള്ളതാണ് മെയിനായിട്ട് വരേണ്ടത്. എന്നാലും ഇപ്പോൾ സോൾവ് ആവുകയാണെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് ഒരു ബുൾ റാലി ഉണ്ടായല്ലോ 22-23, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വിക്ക് മൂവ്മെന്റ് ഇനി എന്തായാലും എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ. പേഴ്സണലി എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടുത്തൊരു 6 to 1 ഇയറിന്റെ ഇടയിൽ ചിലപ്പോൾ ഇയർലി ഒരു പ്രൈസ് കൺസോൾട്ടേഷനിലേക്ക് പോവാം. കമ്പനി ഇതിന് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ ഒരു 2-3 ക്വാർട്ടറിൽ എങ്ങനെ റവന്യൂ ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെ പ്രൊഡക്ഷൻ, ഇതൊക്കെ ടാക്കിൾ ചെയ്ത് വരുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോവാം. വലിയൊരു അൻസബ് പറഞ്ഞ പോലെ തന്നെ അതിൽ ആഡ് ഓൺ ചെയ്യണം. വലിയൊരു ബുൾ റൺ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ സംഭവിക്കാം. പറഞ്ഞത് ഇവര് ടാക്കിൾ ചെയ്യാൻ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കമ്പനിയിൽ വിശ്വാസം വേണമെന്നുള്ളത്. ഇവരെ എഫിഷ്യൻസി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതെ, അതിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോപ്പ് ഉണ്ടാവും. ഈ JLRന്റെ ഒക്കെ EV-ലോട്ടുള്ള ട്രാൻസിഷൻ ഭയങ്കര സ്ലോ ആണെന്നല്ല പറഞ്ഞേ. അതിലൊക്കെ ഒന്നുകൂടി ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ്സ് നടന്നാൽ അതിൽ അവർക്ക് റവന്യൂ അത്യാവശ്യം കിട്ടിയാൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രൊഡക്റ്റ് വരിക, നല്ല മോഡൽസ് വരിക, ഇപ്പോൾ ഡിഫൻഡറും ഒക്കെ സക്സസ്ഫുൾ ആയ പോലത്തെ മോഡൽസ് വരിക. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിനനുസരിച്ചുള്ള രീതിയിൽ പോവാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നൊരു സമയത്ത് തന്നെ ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ എപ്പോഴും സംഭവിക്കുന്ന ഓട്ടോമൊബൈൽ എൻ്റയർ ഇൻഡസ്ട്രിക്ക്, ടാറ്റ മോട്ടോഴ്സിന് മാത്രമല്ല, അവരെ എക്സ്പെൻസ്, ഈ മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് കാലക്രമേണ കൂടി വരുന്നുണ്ട്. അതായത് അതും പ്രോഫിറ്റബിലിറ്റി ഒരു ബാധിക്കുന്ന കേസാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടെക്നിക്കലി ടാറ്റ മോട്ടോഴ്സ് 500 മൂവിങ് ആവറേജിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ടെക്നിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ 2021 ടു 2022 ലെവലിൽ എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത് ആ ഒരു ലെവലിലായിരിക്കും. പ്രത്യേകിച്ചൊരു അപ്ഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഒരു പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു മോഡലിലേക്ക് അങ്ങനെ പോകും. ഭയങ്കര ഡൗൺ സൈഡിലായിട്ട് പ്രശ്നത്തിലേക്കൊന്നും എന്താണെങ്കിലും പോകാൻ സാധ്യതയില്ല ടാറ്റ മോട്ടോഴ്സ് ആയതുകൊണ്ട്. പക്ഷേ ഈ ബേസിൽ നിന്ന് ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ നിർബന്ധമായിരിക്കും. കമ്പനി സൈഡാണ്, മാനേജ്മെന്റ് സൈഡ്. അപ്പോൾ അതിൽ നമുക്കൊരു ഹോപ്പ് ആണ് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു ഹോപ്പ് കാണിക്കാനുള്ളൊരു റീസൺ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനീസിനാണ് അതിനേക്കാളും കൂടുതൽ ഇത് കാണാൻ വേണ്ടി. വലിയ രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന മഹീന്ദ്രയൊക്കെ ഈ ഒരു ലെവലിൽ, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രി സിറ്റുവേഷനിലും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ആക്ച്വലി മഹീന്ദ്ര ഈ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടും ഇന്ന് 4% ഡൗൺ ആവുന്നുണ്ട് സ്റ്റോക്ക്. പിന്നെ മാത്രമല്ല ലോഞ്ചിങ്ങിൽ നടന്നിട്ടില്ല, അതിൽ സെയിൽ നടന്നിട്ടില്ലല്ലോ. അതൊരു പ്രശ്നം. അതിന്റെ ഒരു ഫീഡ്ബാക്ക് റിവ്യൂ വരുന്ന സമയം ആവുന്നേ ഉള്ളൂ. അവിടെയാണ് വേറൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പം ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഇന്നോവേഷൻ പെട്ടെന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവം, അത് ചിലപ്പം അടുത്ത വേറൊരു കമ്പനി അത് കാറിൽ കൊണ്ടുവരാൻ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കുറച്ചുകൂടെ കോസ്റ്റ് കട്ട് ചെയ്ത് കുറച്ചുകൂടെ സിംപ്ലിസി അങ്ങനെ വരുന്ന സമയത്ത് ഇന്നോവേഷൻസിലാണ് ഇനി ഫോക്കസ് വരേണ്ടത്. കാരണം അത് ഏറ്റവും പുതിയ ഇന്നോവേഷൻ ആരാ കൊണ്ടുവരുന്നത് അതിലേക്കാണ് പോവുക. പ്ലസ് ബ്രാൻഡിന്റെ വാല്യൂം ഇമ്പോർട്ടൻ്റാണ്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഫാർ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോർ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്ക് പിന്നെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡേഷൻ ഒന്നും വരില്ല. ഇപ്പോൾ ബാക്കിയുള്ള കമ്പനീസിനേക്കാൾ ഒരു അപ്സൈഡ് വരുന്നത് ആ ഒരു ഏരിയയിലുണ്ട്. ഇപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നുള്ള ആളുകളുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ട്. കൂട്ടത്തിൽ ഈ ഇന്നോവേഷൻസ് കൂടി ഫാസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത് പെട്ടെന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ ഇതുപോലുള്ള റാലീസ് എക്സ്പെക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സൈഡ് വൈസിലേക്കും കുറച്ച് കാലത്തേക്കുള്ളൊരു ബേസ് ഫോർമേഷനിലേക്കൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാം, സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യാം. കമ്പനീനെയും മാനേജ്മെന്റും കമ്പനിയും പ്രൂവ് ചെയ്യുന്നത് വരെ അതാണ് നമ്മൾ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെ. ഈ ടാറ്റ മോട്ടോഴ്സ് ആക്ച്വലി ടാറ്റ മോട്ടോഴ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്നത്, പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് പക്ക പ്രൊഡക്റ്റ് ആയിരിക്കും, അത് പക്ക ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ അതേസമയം ഇവരുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് പുതിയ ഈ ട്രെൻഡിന് അനുസരിച്ചുള്ള സാധനങ്ങൾ അവരുടെ വരില്ല. അതിൻ്റെ പ്രശ്നം ഇപ്പം മോഡൽസിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് വരില്ല. പക്ഷെ അത് വരുന്നൊരു ട്രെൻഡായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബുൾ റാലി. നമുക്ക് ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു. ഇവര് അതെ പ്രൊഡക്റ്റ് ഓൾറെഡി ഭയങ്കര ക്വാളിറ്റിയാണ്, പ്ലസ് അവരുടെ ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നടന്നത്. അതാണ് നടന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണം. EV സെക്ടറിലും ആ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ട്രെൻഡിങ്ങിൽ എത്തണം. ഇപ്പൊ ഒരു സാച്ചുറേഷനിലെത്തി ഒരു കൺസോൾട്ടേഷനിലാണ് അവരുടെ മൊത്തത്തിലൊരു കൺസോൾട്ടേഷനിലാണ് ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു റിക്കവറി അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് തന്നേ പറ്റുള്ളൂ. അടുത്ത ക്വാർട്ടറിൽ ഇനിയിപ്പോൾ അവരുടെ റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ മീറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കമ്പനി വിഷനൊക്കെ നോക്കാം. അടുത്തൊരു 1 ഇയറിലേക്ക് എങ്ങനെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്പനി തന്നെ പെർഫോം ചെയ്ത് പറയണം. എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ ടെക്നിക്കലി നോക്കുക. അതായത് 500 മൂവിങ് ഇപ്പം ടാറ്റ മോട്ടോഴ്സിൽ നമുക്കിപ്പം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട് നോക്കുക. 500 മൂവിങ് ആവറേജ് 730 കിടക്കുന്നത്, 730 ലെവലിലാണ് കിടക്കുന്നത്. അവിടുന്ന് കൺസോൾട്ടേഷൻ തുടങ്ങും. ഒന്നുകിൽ ഈ കൺസോൾട്ടേഷൻ തുടങ്ങിയതിന് ശേഷം അടുത്ത റിസൾട്ട് നമ്മൾ നോക്കുക, അടുത്ത ക്വാർട്ടർ റിസൾട്ട് നോക്കുക. അതിൽ പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് തരുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചല്ലേ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഇയർ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു മോഡൽ തന്നെ ആ ഒരു കൺസോൾട്ടേഷൻ ബേസിലെത്തും. ആ കൺസോൾട്ടേഷന് ശേഷം ഇവരുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇറങ്ങണം. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കലി ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡേഴ്സിന് ഓക്കെയാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്കൊരു കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 500 ലെവൽസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ലെവലാണ്, അത് എക്സ്പെൻസീവും അല്ല എന്നാൽ ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ടിലും അല്ല, ആ ഒരു ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു മാർജിനൽ ഗ്രോത്ത് എന്താണെങ്കിലും കിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ട്രേഡേഴ്സിന് ഓഫ്കോഴ്സ് ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഷോർട്ട് ടൈമിനൊക്കെ കൺസിഡർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ റിസൾട്ടൊക്കെ ഒന്ന് വരുന്ന സമയമാവുന്നവരെ അടുത്ത ക്വാർട്ടർ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുക, ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എൻട്രി ചെയ്യുക. യെസ്. അപ്പം എന്തായാലും അത്ര നല്ലൊരു ഈസി ടാസ്ക് അല്ല ടാറ്റ മോട്ടോഴ്സിന് അങ്ങോട്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് റൺ എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിരിക്കും എന്ന് തോന്നുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് പെർഫോം ചെയ്തേ പറ്റുള്ളൂ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. വേറെ കോമ്പറ്റീഷൻ അത്രയും സ്ട്രോങ് ആണ്, കോമ്പറ്റീഷനും സ്ട്രോങ് ആണ്, മാർക്കറ്റും അവർക്ക് ഓപ്പോസിറ്റാണ്, ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഓപ്പോസിറ്റാണ്. അവർ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ, വേറെ ഒരു ഹോപ്പില്ല.